CKP പത്മനാഭൻ CPM വിടില്ല. മാധ്യമങ്ങൾ ഓരോന്ന് പറയുന്നതിന് പിന്നാലെ പോകാൻ താനില്ലെന്ന് CKP പത്മനാഭൻ കണ്ണൂർ വിഷനോട് പറഞ്ഞു. കെ സുധാകരൻ മാത്രമല്ല BJP നേതാക്കളും വീട്ടിൽ വന്ന് തന്നെ കണ്ടു. ആരോഗ്യ കാര്യങ്ങളാണ് എല്ലാവരും അന്വേഷിച്ചതെന്നും CKP പത്മനാഭൻ പറഞ്ഞു. നടക്കുന്നത് തെറ്റായ പ്രചാരണമെന്ന് CPM-ഉം വ്യക്തമാക്കി. മനോജ് മെയിൽ ചേരുകയാണ്. മനോജ്, മാധ്യമങ്ങൾ പറയുന്നതിന് പിന്നാലെ പോകാൻ താനില്ലെന്നാണ് CKP പത്മനാഭൻ ഇപ്പോൾ കണ്ണൂർ വിഷനോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? കൃഷ്ണേന്ദു, ഒരു മാസം മുമ്പ് CKP പത്മനാഭനെ കെ സുധാകരൻ MP അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തി സന്ദർശിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അഭ്യൂഹങ്ങൾ പടരുന്നത്. CKP പത്മനാഭൻ കോൺഗ്രസിലേക്ക് എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ വരികയാണ്. പക്ഷേ ഇതൊക്കെ തന്നെ പാർട്ടി കേന്ദ്രങ്ങൾ നിഷേധിക്കുന്നു. അതോടൊപ്പം തന്നെ CKP പത്മനാഭനും ഇത് നിഷേധിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ഇത് ഡിസംബർ 7-ാം തീയതിയാണ് കെ സുധാകരൻ MP CKP പത്മനാഭനെ അദ്ദേഹത്തിന്റെ കുഞ്ഞിമംഗലത്തെ വീട്ടിൽ എത്തി സന്ദർശിച്ചത്. ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ MP തന്നെ ഫേസ്ബുക്കിൽ ഈ ഫോട്ടോ അടക്കം നൽകുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇതൊരു രഹസ്യ ചർച്ചയായിരുന്നുവെങ്കിൽ ഒരിക്കലും കെ സുധാകരൻ CKP പത്മനാഭനുമായുള്ള ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അന്ന് ഈ കെ സുധാകരൻ ഈ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിമംഗലത്ത് എത്തിയപ്പോൾ അവിചാരിതമായി മുൻ MLA CKP പത്മനാഭനെ വീട്ടിൽ സന്ദർശിച്ചു. രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന അദ്ദേഹവുമായി MLA ആയി പ്രവർത്തിക്കുന്ന കാലം മുതൽ ബന്ധമുണ്ട്. താൻ വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന അപൂർവം കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായ CKPയെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കാണാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും സാധിച്ചതിൽ ഞാനും സന്തോഷവാനാണ്. ഇതാണ് കെ സുധാകരൻ MP ഫേസ്ബുക്കിൽ കുറിച്ചത്. അതായത് ഇതിൽ ഒരു ആശയക്കുഴപ്പത്തിന് ഒക്കെ ഇടയാക്കിയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കെ സുധാകരൻ ഒരിക്കലും ഒരു CPM-ന്റെ നേതാവിനെ വീട്ടിൽ സന്ദർശിക്കുന്ന ഒരു പതിവില്ല. അദ്ദേഹം തന്നെ പലപ്പോഴും അക്കാര്യം പറയാറുണ്ട്. CPM നേതാക്കളുമായി തനിക്ക് ഒരു ബന്ധവുമില്ല എന്ന കാര്യം എപ്പോഴും കെ സുധാകരൻ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നും വിഭിന്നമായി CKP പത്മനാഭനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സന്ദർശിച്ചതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ചർച്ചകളിലേക്കൊക്കെ വരുന്നത്. കഴിഞ്ഞ ദിവസം CPM-ന്റെ മുൻ MLA ആയ ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നിരുന്നു. വിസ്മയങ്ങൾ പലതും കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് CKP പത്മനാഭനും കോൺഗ്രസിലേക്ക് എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ വരുന്നത്. CKP പത്മനാഭനുമായി അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമോ ആ രീതിയിൽ വാർത്തകൾ വരാം, നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വാർത്ത നൽകാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ച താനും കെ സുധാകരനുമായി നടന്നു എന്ന് അദ്ദേഹം പറയുന്നില്ല. അതോടൊപ്പം തന്നെ കെ സുധാകരൻ മാത്രമല്ല BJP-യുടെ നേതാക്കളും തന്നെ വന്ന് കണ്ടിട്ടുണ്ട് എന്നുകൂടി CKP പത്മനാഭൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ തൻ്റെ രാഷ്ട്രീയവുമായി തൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവുമായി അറിയുന്ന ആളുകൾ തന്നോട് അങ്ങനെ രാഷ്ട്രീയം സംസാരിക്കുമോ എന്ന ഒരു ചോദ്യം കൂടി CKP പത്മനാഭൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച നടന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. അദ്ദേഹം അക്കാര്യങ്ങളൊക്കെ, അതായത് ഇങ്ങനെ പറയുന്നതിനൊക്കെ മറുപടി പറയാൻ താനില്ല, മാധ്യമങ്ങൾ ഓരോ വാർത്ത കൊടുക്കുന്നതിനനുസരിച്ച് മറുപടി പറയാൻ താനില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഏതായാലും CKP പത്മനാഭൻ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിലേക്ക് പോകും എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഒരു തരത്തിലും പറയാൻ കഴിയില്ല. CPM നേതാക്കളും അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. കാരണം CKP പത്മനാഭൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഒക്കെ പറഞ്ഞുകൊണ്ടാണ് CPM നേതാക്കൾ അങ്ങനെ പറയുന്നത്. ഒരു തരത്തിലും CKP പത്മനാഭന് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പോരാട്ടങ്ങൾ ഉൾപ്പെടെ എല്ലാം പറഞ്ഞുകൊണ്ട് CPM നേതാക്കളും വിശദീകരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പല കോൺഗ്രസ് നേതാക്കളും CKP പത്മനാഭനെ ബന്ധപ്പെടുന്നു. പക്ഷേ ഒരു തരത്തിലും അദ്ദേഹം അതിന് വഴങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CKP പത്മനാഭനെ പോലുള്ള ഒരു ആൾ ആ രീതിയിൽ പോകില്ല എന്ന് തന്നെയാണ് പാർട്ടി നേതാക്കളും കരുതുന്നത്. മുൻ MLA ആണ്, തളിപ്പറമ്പിന്റെ മുൻ MLA ആണ്
CKP പത്മനാഭൻ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവാണ്. കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ്. കണ്ണൂർ വിഷന് തന്നെ നേരത്തെ അദ്ദേഹം നൽകിയ അഭിമുഖം അതാണ് എല്ലാ അഭ്യൂഹങ്ങൾക്കും തുടക്കം കുറിച്ചത്. അദ്ദേഹം സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു മാധ്യമത്തിന് ഒരു അഭിമുഖം, ദീർഘമായ ഒരു അഭിമുഖം നൽകിയിട്ടുണ്ടെങ്കിൽ അത് കണ്ണൂർ വിഷന് മാത്രമാണ്. അദ്ദേഹം അന്ന് പാർട്ടി തന്നെ രോഗിയാക്കി എന്നൊക്കെയുള്ള സങ്കടം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തെ സമീപിച്ചു എങ്കിലും തനിക്ക് ഒന്നും പറയാനില്ല, ആ പറഞ്ഞതിനപ്പുറത്തേക്ക് തനിക്ക് ഇനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് മറ്റു മാധ്യമങ്ങളെ ഒക്കെ തന്നെ അദ്ദേഹം മടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും CKP പത്മനാഭൻ കോൺഗ്രസിലേക്ക് എന്ന വാർത്തകൾ പൂർണ്ണമായും നിഷേധിക്കാവുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ വരുന്നത്. ഒരു തരത്തിലും CKP പത്മനാഭൻ CPM വിട്ട് മറ്റൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടാകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് അതുതന്നെയാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. കൃഷ്ണേന്ദു.